ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു സമരരീതിയും ഞങ്ങളുടെ ഒരു സമരരീതിയും അത് വ്യത്യാസമുണ്ട്. നമുക്കറിയാം 2015 മാർച്ച് 13 ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് ഇവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ, സ്പീക്കറുടെ കസേര മറിച്ചിടുന്നത്, അവിടുത്തെ കമ്പ്യൂട്ടറുകൾ അടിച്ചു തകർക്കുന്നത്, പൊതുമുതൽ നശിപ്പിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു നശീകരണ സമരത്തിലേക്ക് പോകാൻ ഏതായാലും UDF ആഗ്രഹിക്കുന്നുമില്ല. UDFന്റെ നയവും അതല്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ, അവരാണല്ലോ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവസാനം പ്രതികരിക്കേണ്ട ആളുകൾ. ഇവിടെ പ്രസക്തമായി ഞാൻ ചോദിച്ച ഒരു ചോദ്യം അതിപ്പോഴും നിൽക്കുകയാണ്. ഗവൺമെന്റ് നിങ്ങളുടെ മദ്യനയം അതെന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ കൂടുതൽ മദ്യം ഒഴുക്കുന്നതോ അതല്ല എങ്കിൽ കൂടുതൽ ബാറുകൾ തുറക്കുന്നതോ എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം, ഗവൺമെന്റ് ഒരു നയം രൂപീകരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ബാർ ഉടമകൾ എന്തിന് പണം പിരിക്കുന്നു? അതാണല്ലോ ആ ചോദ്യമാണല്ലോ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. ഗവൺമെന്റ് ഒരു നയം രൂപീകരിക്കാൻ പോകുമ്പോൾ എന്തിന് ബാർ ഉടമകൾ പണം പിരിക്കുന്നു? ഇപ്പൊ അവർ പറയുന്നത് കെട്ടിടം പണിയാനാണ്. നാളെ ചിലപ്പോൾ പറയും ഗാസയിൽ ദുരിതം അനുഭവിക്കുന്ന കെട്ടിടം പണിയുടെ വാദം ഒക്കെ പൊളിഞ്ഞു. ശ്രീ സേനാപതി 1 ലക്ഷം രൂപ വീതമായിരുന്നു പിരിച്ചത് മാസങ്ങൾ, അതിന്റെ തെളിവൊക്കെ പുറത്തു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവരിനി ഏത് ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കിയാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യം, അതായത് മാണി സാറിന്റെ പേരിൽ 1 കോടിയുടെയാണ് അഴിമതി ആരോപണം ഇവർ ഉന്നയിച്ചത് എങ്കിൽ അതിന്റെ 20 ഇരട്ടി ഇപ്പോൾ അഴിമതി ഇവിടെ നടക്കാൻ പോവുകയാണ്. അഴിമതി നടക്കാതെ വന്നത് എന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ പ്രിപ്പറേഷനിൽ ഇത് പുറത്തു വന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പണം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇടുക്കിയിൽ വണ്ടംമേട്ടിലെ ഒരു ബാർ ഉടമ 4.5 ലക്ഷം കൊടുത്തു എന്ന് അനിമോൻ തന്നെ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ കൊടുത്ത ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ മദ്യനയത്തിന്റെ പേരിൽ നടന്നതോ നടക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ നടക്കേണ്ടിയിരുന്നതോ ആയ വലിയൊരു അഴിമതി, എന്തുകൊണ്ട് ഇത്തരം ഈ വിഷയം അത് ഈ അഴിമതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ കമന്ന് വീണാൽ കാൽപ്പണം എന്ന് പറയുന്നത് ഇപ്പൊ അവരെ സംബന്ധിച്ചതൊരു നയമായി മാറിയിരിക്കുക. ഇത് മാത്രമല്ലല്ലോ, ഇതിന്റെ പിറകോട്ട് സ്പ്രിംഗ്ലർ ഇടപാട് മുതൽ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച അഴിമതികൾ, PP കിറ്റ് വാങ്ങുന്നതിൽ പോലും 550 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 1500. ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നതല്ലാതെ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സമരത്തിന് എന്തേ കോൺഗ്രസിന് UDF-ന് കഴിയാതെ പോകുന്നത്? ഞങ്ങൾ സമരരംഗത്ത് ഇപ്പൊ ഇന്നലെ രാജേഷിന്റെ ഓഫീസിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലെ ഓഫീസിന് മുമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവരുടെ മാർച്ച് ഇന്നലെ നടന്നു. പോലീസ് തടഞ്ഞ സംവിധാനങ്ങൾ. അപ്പോൾ വരും ദിവസങ്ങളിൽ സമരങ്ങൾ നിശ്ചയമായിട്ടും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇപ്പൊ അടുത്ത മാസം നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. നിയമസഭയ്ക്ക് കുഴലൂത്താണ് സാർ നിങ്ങളുടെ VD സതീശന്റെ പണി. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഏറ്റവും കഴിവുകെട്ട പിണറായി വിജയന്റെ എല്ലാവിധ കാര്യങ്ങൾക്കും കുഴലൂത്ത് നടത്തുന്ന പ്രതിപക്ഷ നേതാവ്. അതിപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ പറഞ്ഞേ മതിയാവുള്ളൂ. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് കഴിവുകെട്ടയാളാണ് എന്ന് പറയും. ഇപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടൊരു ED അന്വേഷണം ഈ വിഷയത്തിൽ വേണം? എന്തൊക്കെ അഴിമതികൾ നടന്നു സാർ? ആർട്ടിഫിഷ്യൽ സ്പ്രിംഗ്ലർ അഴിമതി, കറുത്തയുടെ പണം, നിങ്ങൾ ഏത് കാര്യത്തിലാണ് സാർ പ്രതിപക്ഷ നിരയിൽ? സഭയ്ക്ക് പുറത്ത് ഞങ്ങൾ പോരാടുന്നുണ്ട്. ഇപ്പൊ BJP എന്ന രീതി പ്രതിപക്ഷ നിരയിലുണ്ട്. നിങ്ങൾ നയപരമായിട്ട് VD സതീശൻ കേൾക്കൂ. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് നടന്ന അഴിമതിയെ കുറിച്ച് തൃശ്ശൂർ വന്ന് ഏത് ഓഫീസാണ് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി, നിങ്ങളുടെ ED ഈ ലക്ഷ്മണരേഖ വരച്ചിരിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തേക്ക് കയറാതിരിക്കുന്നതിന്റെ കാരണം എന്താ എന്നുള്ളത് അത് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളുടെ ED-യും നിങ്ങളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയും ഈ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി നടന്നിരിക്കുന്നു. ഞങ്ങളുടെ ED വന്നതുകൊണ്ടാണ് സാർ കേരളത്തില് അതിപ്പോ എത്തിയിട്ടില്ലല്ലോ. ആയിക്കോട്ടെ, കർത്തയുടെ കോഴയായിക്കോട്ടെ, സ്പ്രിംഗ്ലർ അഴിമതിക്കോട്ടെ, ED-യും CBI ഒക്കെ വന്നുകൊണ്ടാണ് സാർ കേരളത്തിൽ ഇങ്ങനെയെങ്കിലും പുറത്തേക്ക് വന്നത്. നിങ്ങളെ പ്രതിപക്ഷത്തിന്റെ ഗുണം കൊണ്ടാണോ? VD സതീശന്റെ ഗുണം കൊണ്ടാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നതെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. ആ പ്രധാനമന്ത്രി കേരളത്തിൽ നിങ്ങൾ ഈ 8 വർഷമായി പിണറായി വിജയനെ ഏത് സമരമാണ് സാർ നിങ്ങൾ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഇപ്പൊ നിങ്ങൾ ഈ ബാർ കോഴ ഇത് നിങ്ങൾ എത്ര ദിവസം കൊണ്ടുപോകും? നിങ്ങൾ മനസ്സിലാക്കണം. ഇതേ സമയത്ത് മാണി സാറിന്റെ അനുഭവം വന്നപ്പോൾ മാണി സാറെ രാജിവെപ്പിച്ച പാരമ്പര്യം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. നിങ്ങളിത് കോംപ്രമൈസ് ചെയ്യും, നിങ്ങളിതും കോംപ്രമൈസ് ചെയ്യും. കാരണം എന്താ? നിങ്ങൾ ഒരുമിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. പിണറായി വിജയനെ വലിയ രീതിയിൽ തല്ലാനോ കൊല്ലാനോ നിങ്ങൾക്ക് സാധിക്കില്ല. അത് തന്നെയാണ് പിണറായി വിജയന്റെ ചങ്കൂറ്റം. കേരളത്തിൽ എന്ത് അഴിമതി നടത്തിക്കഴിഞ്ഞാലും മാണി സാറിനെതിരെ അഴിമതി ആരോപണം വന്നപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന്
ധീരതയോടെ പറയുവാൻ അന്നത്തെ UDF ഗവൺമെന്റ് തയ്യാറായി. അവരന്വേഷണത്തിനാണ് ഗവൺമെന്റ് തയ്യാറായത്. പക്ഷെ ഈ ഗവൺമെന്റ് ഈ അഴിമതി ആരോപണങ്ങളെല്ലാം വരുമ്പോൾ വളരെ സമർത്ഥമായി ഈ മന്ത്രിമാരെ രക്ഷിക്കുന്നതിനും ആരോപണം ഉന്നയിക്കുന്നതിനെതിരെ കേസെടുക്കുന്നതുമായ ഒരു നടപടിയിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നല്ല ഭംഗിയായി കൃത്യതയോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPCCയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ UDFന്റെ നേതാക്കളും ഘടകകക്ഷികളും ഞങ്ങൾ അത് അവതരിപ്പിക്കുന്നു. ഞങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് അത് ജൂൺ മാസം 4-ാം തീയതി അന്ന് വൈകുന്നേരം നമ്മൾ ചാനൽ ചർച്ചയിൽ പറഞ്ഞമല്ലോ, നമുക്കത് ബോധ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.